അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏതൊരാൾക്കും ഒരു അവധിയുണ്ട്. ആ ഒരു ദിനത്തില് നല്ല സന്തോഷത്തോടെ ആയിരിക്കണം നമുക്ക് പിരിഞ്ഞു പോകാൻ. നശ്വരമായി ഈ ലോകത്ത് സകല സുഖലീലകളിലും തിമിർത്താട് ജീവിക്കേണ്ടതല്ല നിന്റെ ഈ ജീവിതം. കർമ്മം ധന്യരായിട്ട് വേണം നമുക്ക് ആ മരണ തുറമുഖത്ത് നണയാൻ. ആത്മീയാനുരാഗത്തിന്റെ അനുഭൂതി നുകരുന്ന മനുഷ്യ ശരീരത്തിനെ ഒരു കപ്പലിനോട് ഉപമിച്ച് കുഞ്ഞാലി മുസ്ലിയാർ തന്റെ കപ്പപ്പാട്ടിലൂടെ പാരത്രിക ലോകത്തെ എങ്ങനെയാണ് വർണ്ണിക്കുന്നതെന്ന് നമുക്ക് അതോർക്കാം. പാടേ ഓടാടേ നീ ഹോട്ടലിൽ പോട്ടാ പാഴും കുളീര കൊടി പാറും വീട്ടാളെയും നാളുള്ള ഓട്ടം കളിച്ചാൽ അയ്യോ ഒരു കരയേറ്റും നാളിൽ ഭാരയും ഈട്ട വഴിബിള്ളം കീട്ട മാലാങ്കി കമ്പയും കാലാഞ്ചി കീട്ട വായട്ട് ചാകുമ്പോ മേറ്റക്കൂടാതെ വമ്പർ സീറാകും മുമ്പാലോരും വന്നു. പുതിയ കാലത്ത് ജീവിതത്തെ തിന്മയിൽ മുങ്ങി നീ നിന്റെ ജീവിതത്തെ നശിപ്പിക്കാൻ പാടില്ല. മരണം, നരകം നിന്നെ കാത്തിരിപ്പുണ്ടെന്ന ചിന്ത നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി നിന്റെ ജീവിതം നന്മ കൊണ്ടാണ് സമ്പന്നമാക്കുന്നതെങ്കിൽ നിന്റെ റബ്ബ് നിനക്ക് ഒരുപാട് സന്തോഷത്തെയാണ് തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇദ്ദേഹം പറഞ്ഞ മാലാങ്കി വലിയ കയർ, കമ്പ ചെറിയ കയർ, ഇവ രണ്ടുകൊണ്ടും സൂചിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് നൽകാമെന്ന് പറഞ്ഞ രണ്ട് അഭയസ്ഥാനത്തെയാണ്. ഇനി നിന്റെ ജീവിതം നിനക്ക് അലപ്തമാണെന്ന് തോന്നുന്നെങ്കിൽ നീ നിന്റെ ജീവിതത്തെ ആ യഥാർത്ഥ സ്നേഹത്തിന് വിട്ടുകൊടുക്കണം. ആ യഥാർത്ഥ സ്നേഹത്തിൽ നീന്തിക്കുളിർച്ചവർക്കാണ് സ്വർഗീയ ആരാമം. ആ ഹക്കായ സ്നേഹത്തിന്റെ അതിന്റെ അനിർവചനീയമായ തലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഹാജി അബ്ദുർ റസാഖ് മസ്താൻ. നമുക്ക് അദ്ദേഹത്തിന്റെ ആ വിരുദ്ധങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. ഹക്കായ ഷൗക്കിലാടേ ചുറ്റും കപട സ്നേഹം നിറഞ്ഞ ഈ ലോകത്ത് യഥാർത്ഥ സ്നേഹത്തെ നീ പുണരണം. അവ വിട്ടിടും മുന്നേട് മരണമെന്ന തലങ്കനീയമായ ഖലാ നിന്നെ പിടികൂടുന്നതിന് മുമ്പ് ആ ഹക്കിനെ നീ പുണരണം. ഹക്കറിഞ്ഞോരിൽ കൂടെ മൈരിഫത്ത് എന്ന കനകവുമായി പ്രയാണം ആരംഭിച്ച മുറബിയാക്കളെ നീ അവരോട് കൂടെ കൂടിക്കോ. ഹക്കായ ഷൗക്കിലാട് അവ വിട്ടിടും മുന്നീട് ഹക്കറിഞ്ഞോരിൽ കൂട് ഹമ്മദമ്മിൽ പോവോ ഉള്ളത്തിൽ നീ പാട് ഹമ്മദമ്മിൽ പോവോ ഉള്ളത്തിൽ നീ പാട് ഹമ്മദമ്മിൽ പോവോ ഉള്ളത്തിൽ നീ പാട്. നല്ല മനക്കരുത്തോടു കൂടെ ഓഹോ എന്ന ദിക്ർ നീ അങ്ങ് പതിവാക്കിക്കോ. സൂഫിയാക്കള് അവരുടെ ആ യഥാർത്ഥ മർത്തബയിലേക്ക് എത്തുമ്പോൾ ഈ ദിക്ർ കൊണ്ട് സമ്പന്നമാക്കിയവരായിരിക്കും. ഹിക്മത്തതെന്ന കലിമക്കറിവാൻ ഫർളുണ്ട് ഖിദ്മത്തിൽ ഇസ്ബാത്ത് ലാത്തും സിഫാത്തതുണ്ട്. ഹിക്മത്തതെന്ന കലിമക്കറിവാൻ ഫർളുണ്ട് ഖിദ്മത്തിൽ ഇസ്ബാത്ത് ലാത്തും സിഫാത്തതുണ്ട്. ഹിക്മത്ത് യഥാർത്ഥ ബിദഅത്ത് എന്ന് പറയുന്നത് കലിമത്ത് തൗഹീദാണ്. ഈ കലിമത്ത് തൗഹീദിനിക്ക് 4 ഫർളുകളുണ്ട്.
ഓരോ ഫർദിനും 10 വീതം ഷർത്തുകളുണ്ട്. നീ അല്ലാഹു തആലയുടെ ദാത്തിനെ അങ്ങ് സുബൂതാക്കിക്കോ. ആ അല്ലാഹു അല്ലാതെ ഒരാളും ഈ ലോകത്തിലില്ല. ആ സുബൂതാക്കലൂടെ തൗഹീദിലൂന്നിയുള്ള ഈമാനിൽ അലിയാൻ. ഹക്കെന്ന സിറിൽ അഫ്ആലുല്ലാഹി സുബൂത്തുണ്ട്. ഹക്കെന്ന സിറിൽ അഫ്ആലുല്ലാഹി സുബൂത്തുണ്ട്. ഹക്കാണ് നമ്മെ സിദ്ഖ റസൂലെന്ന ഹക്കതുണ്ട്. എന്ന ചിന്ത നിനക്കുണ്ടാകുമ്പോൾ ഇന്ന് ഈ ലോകത്ത് ഒരാളോട് ഒരു വിദ്വേഷമോ ദേഷ്യമോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ഇവിടെ കാണുന്ന എല്ലാ അഫ്ആലുകളുടെയും ഫായില് അത് അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. സിദ്ഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് കലിമത്ത് തൗഹീദിന്റെ 4ാമത്തെ ഫർദ്. ഹക്കെന്ന സിറിൽ അഫ്ആലുല്ലാഹി സുബൂത്തുണ്ട്. ഹക്കെന്ന സിറിൽ അഫ്ആലുല്ലാഹി സുബൂത്തുണ്ട്. ഹക്കാണ് നമ്മെ സിദ്ഖ റസൂലെന്ന ഹക്കതുണ്ട്. ഈ കലിമത്ത് തൗഹീദിന്റെ 4 ഫർദുകളെ കുറിച്ചുമുള്ള പൂർണ്ണമായ ഒരു അറിവ് നിനക്കുണ്ടാകുമ്പോൾ ഇന്ന് ഈ ലോകത്തെ എല്ലാ സൃഷ്ടികളെയും കുറിച്ചുള്ള പൂർണ്ണമായ മൽഹറു സിഫാത്ത് ദാത്ത് മനസ്സിലാക്കുവാൻ നിനക്ക് സാധിക്കും. തഖ്വയാൽ മൗനം പൂണ്ട് മൗനം പൂണ്ട് തൗഹീദതിൽ നീണ്ട്. ഹമ്മ തമ്മിൽ ഹോവും ഉള്ളത്തിൽ നീ പാട്. 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 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.